വിഗ്രഹം ദൈവമാണെന്ന് ഒരിക്കലും കുട്ടികളെ പഠിപ്പിക്കരുത്. അതൊരു വലിയ അപരാധമാണ്. ഒരു വിഗ്രഹവും ദൈവമല്ല. അത് നമ്മൾ ഹിന്ദുക്കളെ തെറ്റി പഠിപ്പിച്ച് കാരണം നിങ്ങൾ അങ്ങനെ തെറ്റ് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ ഭാരത സംസ്കൃതിയെ നിങ്ങൾ മനസ്സിലാക്കാതെ പോകും. ഒരു വിഗ്രഹത്തിൽ ഒതുങ്ങുന്നതല്ല ഹിന്ദുവിൻ്റെ ദൈവസങ്കല്പം. മനസ്സിലാവുണ്ടല്ലോ? നമുക്ക് ദൈവമില്ല, എന്തേ ഉള്ളൂ? ദൈവീകതയേ ഉള്ളൂ. അത് പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്. ദൈവമില്ല. അമ്പലങ്ങളിലൊക്കെ പോകുന്നത് ആ വിഗ്രഹം എന്ന് പറയുന്നത് ഒരു ഗുരുസ്ഥാനമാണ്. ആരാണ്? ഒരു ഗുരുവാണ്. ശിവൻ ഗുരുവാണ്. ഗുരുവിനെ ഏത് ഗുരു? അറിവിൻ്റെ ഗുരുക്കന്മാരാണ് ഇവരൊക്കെ. അതുകൊണ്ടാണ് ദക്ഷിണാമൂർത്തി സങ്കല്പങ്ങൾ. കൃഷ്ണം വന്ദേ പറയൂ, ജഗദ്ഗുരു. സരസ്വതി അറിവിൻ്റെ ഗുരുവാണ്. ലക്ഷ്മി സമ്പത്തിൻ്റെ ഗുരുവാണ്. ഒക്കെ ഗുരുക്കന്മാരാണ്. അതല്ലേ ഗുരുർ ബ്രഹ്മ, ദൈവം ബ്രഹ്മ, ദൈവം വിഷ്ണു എന്നാണ് എഴുതി വെച്ചത്. ആണോ? എന്താ എഴുതി വെച്ചത്? ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമ്മൾ ഹിന്ദുക്കളിന് മാറി വരണം. അതുപോലെ ഞാൻ പറയുമ്പോഴല്ലോ, നിങ്ങൾ നോക്കൂ, ഒരു വിഗ്രഹത്തിൽ ദൈവത്തെ കണ്ട് തൊഴുതു പോയി അതാണ് ദൈവമെന്ന് സങ്കല്പിച്ചാൽ നിങ്ങളെ വിഡ്ഢികളായിട്ടാണ് കൃഷ്ണൻ കരുതിയിട്ടുള്ളത്. നിങ്ങളെ മന്ദന്മാരായിട്ടാണ് കരുതിയിട്ടുള്ളത്. മനസ്സിലാവുണ്ടല്ലോ? ഇതാണ് ഭഗവത്ഗീതയിലെ 7:24 ശ്ലോകം. പറഞ്ഞു കൊടുക്കൂ കുട്ടികൾക്ക്. അവ്യക്തം മാം അവ്യക്തം. ഞാൻ നിങ്ങളിൽ അന്തരാത്മാവായിരിക്കുന്ന എന്നെ നിങ്ങളത് മറന്ന് ഒരു വ്യക്തിമന്യന്തേ വ്യക്തിയായി നിങ്ങൾ കാണുന്നു എങ്കിൽ അബുദ്ധയ, ബുദ്ധിയില്ലാത്തവരാണ്.